ഹലോ ഗായ്സ്, അപ്പോൾ കല്യാണമൊക്കെ വളരെ വേഗം കഴിഞ്ഞു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമായിരുന്നേ, എവിടെയെങ്കിലും പോകാം അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോൾ ചേട്ടനും ചേച്ചിയുടെയും കല്യാണം 27, ഞങ്ങളുടെ കല്യാണം 22-ാം തീയതി ആയിരുന്നു. 27-ാം തീയതിയാണ് ചേട്ടനും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മൂന്നാർ പോകാമെന്ന് വിചാരിച്ചേ, പക്ഷേ അത് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ തീരുമാനിച്ചു ട്രിവാൻഡ്രത്ത് വരെ പോകാമെന്ന്. അപ്പം എന്നെ ഒരുക്കിയ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ്, ട്രിവാൻഡ്രത്ത് വെച്ചാണത്. അപ്പോൾ അതിനും കൂടാം, പിന്നെ അതിന് കൂട്ടത്തിൽ ഒരു ചെറിയ ട്രിപ്പ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഞങ്ങൾ പോകുന്നത് ജഡായുപ്പാറയാണ്. ജഡായുപ്പാറ കഴിഞ്ഞിട്ട് പിന്നെ പൊന്മുടി പോകും. പൊന്മുടി പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളിലും പിന്നെ ആടിമലയിലും പോകാമെന്ന് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ വാ, നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ടു ചടയമംഗലം. അങ്ങനെ ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലും കൊല്ലത്തുനിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ജഡായു പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇവിടെ എത്തിയത്. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നടന്നൊക്കെ പോകാനാണെങ്കിൽ ഉച്ചയ്ക്ക് നടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലൈമറ്റ്. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവിടെ എത്തുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിവിടെ കേബിൾ കാറിന് വേണ്ടി ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേബിൾ കാറിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ ഒത്തിരി ക്യൂ നിന്നിട്ട് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചു. ഏകദേശം 826 കൽപ്പടവുകൾ താണ്ടി ഇങ്ങനെ നമുക്ക് ജഡായുപ്പാറ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ പെതിയെ നടന്നു പോവുകയാണ്. നടന്നു പോകാൻ ആൾക്കാർ കുറവായിരുന്നു. കേബിൾ കാറിൽ പോകാൻ തന്നെ ആയിരുന്നു കൂടുതൽ ആൾക്കാരും. സോ ഇവിടുത്തെ കേബിൾ കാർ ഫെസിലിറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കേബിൾ കാർ ഫെസിലിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ കേബിൾ കാറിൽ പോകുന്നത് വേറൊരു അനുഭവം തന്നെയാണ്. കാരണം മുകളിൽ നല്ല വ്യൂ ആയിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അനുഭവമായിരിക്കും. നടക്കുന്നത് മുട്ടുവേദനയും ഒക്കെ ഉള്ളവർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ കാലൊക്കെ നന്നായിട്ട് വിറയ്ക്കായിരുന്നു. നടന്ന് ഞങ്ങൾക്ക് നല്ലതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു കാലൊക്കെ. പിന്നെയും നമുക്ക് ഇത്രയും സ്റ്റെപ്സും താണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജഡായുപ്പാറ കാണാം എന്നുള്ള ആഗ്രഹത്തിന് മേലെ ഞങ്ങൾ നടക്കുകയാണ്. ഇനി 486 സ്റ്റെപ്സ് കൂടെ താണ്ടിയെങ്കിലേ നമുക്ക് ജഡായുപ്പാറ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ശുദ്ധജലം കിട്ടുന്ന ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ശുദ്ധജലമൊക്കെ കുടിച്ച് വിശ്രമിച്ചുകൊണ്ട് നടക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയുടെ ശില്പം എന്നുള്ള പേരിലാണ് ജഡായുപ്പാറ അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്താണ് ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ചടയമംഗലം എന്ന പേര് വന്നത് തന്നെ ജഡായുവായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ ഏകദേശം നമ്മൾ ജഡായുപ്പാറയുടെ അടുത്തെത്താറൊക്കെ ആയിരിക്കുന്നു. നടന്ന് ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചു. അപ്പൂസിനാണെങ്കിൽ തീരെ വയ്യ, ഒരടി നടക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഏകദേശം ചില്ലറ നടത്താണ് നടന്നത്. 826 സ്റ്റെപ്സ് നടന്നെങ്കിലേ ജഡായുപ്പാറ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും നടന്നു. ഇനി അത്രയും ഞങ്ങൾക്ക് തിരിച്ചു നടക്കുകയും ചെയ്യണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജഡായുപ്പാറ കാണാൻ ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളെല്ലാവരും നടന്ന് ക്ഷീണത്തി എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ജഡായു എർത്ത് സെൻറ്റർ 4 വലിയ പാറക്കൂട്ടങ്ങളുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
അതുകൊണ്ട് ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാൻ അതിമനോഹരമാണ്. ഇതാണ് കേബിൾ കാർ ഫെസിലിറ്റി. കേബിൾ കാർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നടക്കാതെ തന്നെ നമുക്ക് ജടായു പാറയുടെ ടോപ്പിൽ വന്ന് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. കേബിൾ കാറിന് വേണ്ടി ആകെ പിടിയായിരുന്നു. ആർക്കും നടന്നു പോകാൻ വയ്യ. എല്ലാവർക്കും കേബിൾ കാറിലൂടെ പോകുന്നതായിരുന്നു താല്പര്യം. അപ്പം ഞങ്ങൾ ഓൾറെഡി ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു എത്തിയത്. അപ്പോൾ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് നിന്ന് കഴിഞ്ഞാൽ 6:30 ആകുമ്പോഴത്തേക്കും ജഡായു വെൽത്ത് സെൻറ്റർ ക്ലോസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നടന്നു പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ സീ ലെവലിൽ നിന്നും ഏകദേശം 1000 അടി ഉയരത്തിലുള്ള ജഡായു ശില്പത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏകദേശം 15,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ. വളരെ പ്രശസ്തനായിട്ടുള്ള ഫിലിം ഡയറക്ടർ കൂടിയായിട്ടുള്ള രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ശില്പി. രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അതിനെ എതിർക്കാൻ എത്തുന്ന പക്ഷശ്രേഷ്ഠനായിട്ടാണ് ജഡായുവിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ രാവണൻ ജഡായുവിൻ്റെ ചിറക് മുറിക്കുകയും അങ്ങനെ മുറിവേറ്റ ജഡായു ഈ പാറയിൽ വന്ന് പതിക്കുകയും ചെയ്തെന്നാണ് ഐതിഹ്യം. ഒരു മുറിവേറ്റ പക്ഷിയുടെ വേദന നമുക്ക് ആ ശില്പത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. വളരെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും ഈ ശില്പിയുടെ കഴിവിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്ര അധികം മനോഹരമായിട്ടാണ് ഈ ശില്പം രാജീവ് അഞ്ചൽ പൂർത്തീകരിച്ച് വച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ഒരു സൺസെറ്റ് കാണാനുള്ള ഒരു വ്യൂ ഉണ്ട്. അതിനാ കാണുന്നതാണ് രാമക്ഷേത്രം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അതാണ് രാമക്ഷേത്രം. വരും കാലങ്ങളിൽ ഇവിടെ 60 തിയേറ്ററും മ്യൂസിയം ഒക്കെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതൊന്നും പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അത് നമ്മുടെ ട്രിപ്പിൽ കുറച്ചൊരു വ്യത്യാസം വന്നു. അതായത് പൊന്മുടി പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വർക്കല ട്രിപ്പിൽ വന്നിരിക്കുകയാണ്. ജഡായുപ്പാറയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ ഇച്ചിരി താമസിച്ചിരുന്നു. അതുകൊണ്ട് പൊന്മുടിയിലേക്ക് പോകാനുള്ള പ്ലാൻ ചെറുതായിട്ട് ഞങ്ങൾ മാറ്റി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ വർക്കലയിലേക്ക് എത്തിയത്. വർക്കലയിൽ എത്തിയപ്പോൾ ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞിരുന്നു. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഇവിടെ ഒത്തിരി ഉണ്ട്. ഞങ്ങളെല്ലാം കണ്ടതേ ഉള്ളൂ. ഭയങ്കര റേറ്റാണ്. വില ചോദിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അന്യായ റേറ്റാണ് പറയുന്നത്. വർക്കല ക്ലിഫിലെ നൈറ്റ് വ്യൂ ഭയങ്കര സൂപ്പറാണ്. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കലോട്ട് വന്നാൽ സൂപ്പറായിരിക്കും. ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവർ നല്ലതായിട്ട് ബാർഗെയിൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇവർ പറയുന്ന വിലയെക്കാട്ടും കുറഞ്ഞുള്ള വിലയ്ക്ക് തരും. ഇരുട്ടായതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തില്ല. ഫുഡ് ഞങ്ങൾ വെളിയിൽ നിന്നാണ് കഴിച്ചത്. ഡൗൺ ടൗൺ ഹോളിഡേയ്സ് എന്ന് പറയുന്നൊരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ അന്ന് രാത്രി സ്റ്റേ ചെയ്തത്. ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. 2 റൂമ് 1 കിച്ചണും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കിച്ചണിലോട്ടൊന്നും കയറാനുള്ള ടൈം കിട്ടിയില്ല.
വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു അവിടുത്തെ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ആദ്യം പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുന്ന് ഗണപതി ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ഫോണും ഒന്നും കേട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. വളരെ നീണ്ടു നിന്ന ഒരു ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദേവഭഗവാനെ കാണാൻ പറ്റിയത്. ഒത്തിരി നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അന്ന് രാവിലെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങളെല്ലാവരും ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. കാര്യമായിട്ട് രാവിലെ ഫുഡൊന്നും കഴിക്കാനുള്ള നേരം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ആഴിമലയിലാണ്. ആഴിമലയിൽ ഭഗവാന്റെ ശില്പത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു റീലെടുക്കുക, ഒരു ഡാൻസ് കളിക്കാമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏതായാലും സാധിച്ചു. സോ ഞാൻ ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സുകളും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സുകളും ഡാൻസ് കവേഴ്സും ഒക്കെയാണ് എൻ്റെ ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ചാനൽ നെയിം മൈൻഡ് ക്രാവിങ്സ് ബൈ അർച്ചന എന്നാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.